വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു മന്തി അല്ലെങ്കിൽ കപ്സ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയാലോ. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞൊരു മീഡിയം സൈസ് സവോള എടുത്ത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ ഒരു ചെറിയ മീഡിയം സൈസുള്ള ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും നീളമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുള്ള് തക്കാളി, അതൊരു മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ സാദാ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച അത്ര ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. മറ്റേതൊക്കെ ഈ ഗ്യാസിൽ വെക്കുമ്പോഴത്തേക്കും വഴന്ന് വരാൻ വേണ്ടി കുറേ ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ പെട്ടെന്ന് നമുക്കെല്ലാം എല്ലാ ചേരുവകളോടും ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിനകത്തിട്ട് ഞാൻ എല്ലാം ഒന്ന് ഇട്ടെടുക്കുകയാണ്. അത് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ഏലക്ക, കറുവപ്പട്ട, പിന്നെ ബേ ലീവ്സ് ഉണ്ടല്ലോ, അതും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 തക്കോലം, ഇത് 4 തക്കോലം, അതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, തക്കാളിയുടെ പേസ്റ്റ്, അതൊന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് മാറി നിൽക്കും, അതാണ് ഇതിൻ്റെ ഒരു പരുവം, ഒരു വെന്തെന്നൊരറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ അതെല്ലാം പച്ചമണം മാറിയിട്ട് ഞാൻ കപ്സ മസാല ഒരു 3 ടേബിൾ സ്പൂൺ കപ്സയുടെ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്ക് ആ മസാലകളുടെ ഒരു പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വളരെ സിമ്പിളല്ല, ഞാൻ വളരെ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു 4-5 കഷ്ണം പീസേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവെന്നാണ്. അപ്പം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതും കൂടെ അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഒഴിക്കുക. ഞാൻ ഒരു 2 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നേരത്തെ ഞാൻ കഴുകി വെച്ചേക്കുന്ന അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്നൊരു കപ്സ കഴിക്കാൻ തോന്നിയാൽ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മിക്സിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇത് ഗ്യാസ് ഒന്ന് സ്ലിമ്മാക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതെ നോക്കുക. നമ്മുടെ കപ്സ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പീസ്, സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് എൻ്റെ ഈ ചാനലിൽ കാണുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.